Hey guys, welcome to a പുതിയ വ്ളോഗ്. രാവിലെ ഒരു 7:45 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ട്രെയിനിൽ നിന്നുകൊണ്ട് ഒരു ഇൻട്രോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രെയിനിൽ നിന്നൊരു ഇൻട്രോ നമ്മൾ ലാസ്റ്റ് KTR സീരീസ് അങ്ങാണ്ട് എടുത്തോണ്ടിരുന്നപ്പോ എടുത്തതാണ്. പക്ഷെ നല്ല സുഖമായിട്ടുള്ള ഉറക്കം ഗൈസ്. നമ്മള് ട്രിവാൻഡ്രത്താണ് ഇറങ്ങുന്നത്, പക്ഷെ നമ്മുടെ കൂടെ വന്നവരെല്ലാം എറണാകുളത്താണ് ഇറങ്ങുന്നത്. അപ്പൊ ഇപ്പൊ എടപ്പള്ളി എത്തി, കുറച്ച് ദൂരം കഴിയുമ്പോൾ അവരെത്തും. നമുക്ക് അവർ ഉണർന്നോ എന്ന് പോയി നോക്കാം, ഇല്ലെങ്കിൽ അവർ ചുറ്റി എഴുന്നേപ്പിക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാരും എഴുന്നേറ്റാടാ? ഉണർന്നവരൊക്കെ ഗുഡ് മോർണിംഗ് ഗേൾസ്. ഹലോ മാമ. എപ്പോ എഴുന്നേറ്റ് നിങ്ങളൊക്കെ? രസമായിരുന്നല്ലേ? പാട്ടൊക്കെ പാടിച്ചില്ല. നീ ഉറങ്ങിപ്പോയടാ. എങ്ങനെയുണ്ട് നിനക്കിപ്പം? ഓക്കെ ആയാ? അയ്യോ ശരു, നമസ്കാരം. സുഖമാണോ രണ്ടുപേർക്ക്? അടിപൊളി. ഉറങ്ങിയാടാ എല്ലാവണ്ണം? ആണോ? അതെന്താ അങ്ങനെ? അങ്ങനെ ഓക്കെ. എത്തിയില്ലല്ലോ, എടപ്പള്ളിയിൽ നിർത്തിയേക്കണല്ലേ വണ്ടി? ഓക്കെ. അപ്പൊ എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇനി എല്ലാരും ഇറക്കി വിടാം, യാത്ര അയക്കാം. ഓക്കെ, എല്ലാം ഉറക്ക തടവിരിക്കണേ. ബൈ ഗൈസ്, ടാറ്റാ. പടകളെല്ലാം ടാറ്റയും പറഞ്ഞിട്ട് പോയി ഗൈസ്. ഇനി ഉച്ച വരെ ഇതിന്റെ അകത്ത് എനിക്കൊരു ചായ കുടിക്കണമെന്ന് അതിയായ മോഹം. ചായ കുടിച്ചാൽ ബാത്റൂമിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുടിക്കാതിരിക്കുകയാണ്. കുടിക്കല്ലേ? കുടിച്ച് റിസ്ക് ഉള്ള എനിക്ക് റസ്ക് സാപ്പിടുന്നത് മാതിരിയെന്ന് ഞാൻ പണ്ടേ പറയാറുണ്ടല്ലോ. അപ്പൊ ചായ കുടിക്കട്ടെ ഗൈസ്. നല്ല ഇവിടെ കൊച്ചി എത്തിക്കൊണ്ടിരുന്ന പ്രതീക്ഷയുണ്ട്. കൊച്ചി ചായ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു മലയാളിയുടെ ഐറ്റനറി: വെള്ളവും പാർലേജി ബിസ്ക്കറ്റും ഒരു ചായ. വേടക്കുട്ട ഭഗവാനി. ഓക്കെ, ബൈ ബൈ എറണാകുളം. ഞങ്ങൾ ചലിക്കട്ടെ. പാർലേജിയും ചായ ഒരിക്കലും തെറ്റിപ്പോവാറില്ല. ഇപ്പോഴാണ് ഗൈസ് മോർണിംഗ് ആയത്. ബോൺ അപ്പറ്റീറ്റ്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കൊന്ന് വീടെത്തി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി എന്തെങ്കിലും രണ്ട് പറ്റ് ഉള്ളിലോട്ട് കയറ്റണം എന്ന അതിയായ മോഹം. ഹലോ, സുഖമായിട്ടിരിക്കണ കേട്ടോ? സുഖമാണോ? അടിപൊളിയായിരുന്നു. ഗോവന്ന് വരിക. ചേട്ടാ എവിടെ നിന്ന് വരിക? മഴവില്ല. സന്തോഷം. ശരി, താങ്ക് യു. താങ്ക് യു ചേട്ടാ. താങ്ക് യു. സ്നേഹമുള്ള ഒരു ചേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിൽ ചെന്ന് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും ഫുഡ് തള്ളി കയറട്ടെ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. രാവിലെ ഞാൻ ആ ചായയും 4 ബിസ്ക്കറ്റും മാത്രമാണ് തിന്നത്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഒരു ഊബർ വിളിച്ച് ഊബറിൽ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അവസാനം വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലഡു, ഹലോ. പോസ്റ്റാപ്പി, ഹലോ. അമ്മയുടെ ഡാഡി. അമ്മ, ഞങ്ങൾ തിരിച്ചെത്തി. എന്തോ അമ്മ? മീൻ ഉപ്പോ? അച്ഛ എവിടെ? അയ്യോ, വീട്ടില് പെയിന്റ് അടി തുടങ്ങി എന്നാണ് തോന്നുന്നത്. അച്ഛൻ വീടിന്റെ പെയിന്റ് അടി സ്ഥലത്ത് നിൽക്കുകയാണ്. എന്തു പറ്റി? എന്താണ് നിനക്ക് വെപ്രാളം? എന്താണ് നിനക്ക്? നടന്നൊക്കെ പോണ്. പിടിച്ചോളാം. മൂത്രം ഒഴിക്കരുത്. എടി മതിയടി നക്കിയത്. സമ്മതിക്കൂല. സ്നേഹം കൂടിപ്പോയി. അമ്മ കഴിക്കാൻ എന്തേലും ഉണ്ടോ അമ്മ? ചെലപ്പോ കണ്ണ ഇങ്ങോട്ട് വരും കേട്ടാ. അവനുണ്ടല്ലോ. ഓക്കെ, ഞങ്ങൾ ഒന്ന് സെറ്റിൽ ആവട്ടെ കേസ്. അച്ഛാ, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഗോവ കൊള്ളായിരുന്നു. പക്ഷെ ഗോവയിലൊന്നും ചെയ്യാനില്ലായിരുന്നു അച്ഛാ. മുട്ടം വെയിൽ. അപ്പൊ നമ്മള് കുറച്ച് റൂമിലൊക്കെ ഇരുന്ന് കുറച്ച് ഫ്രണ്ട്സിനോട് ചില്ലടിച്ച് അത്ര ഉണ്ടായിരുന്നുള്ളൂ. വലിയ അങ്ങനെ ഓളമൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് അന്ന് അച്ഛൻ എനിക്ക് എത്ര രൂപ അയച്ചതെന്ന് 15 രൂപയോ 15 രൂപ എങ്ങാണ്ട് അയച്ചു തന്ന്. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അന്നത്തെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതായിരുന്നു എന്റെ ലൈഫിലെ ആദ്യത്തെ ഗോവ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2016, 17, 18, 19, 20, 21, 22, 24, 25,
10 വർഷം അതിന് മുന്നെയാണ് ഞാൻ ഗോവയ്ക്ക് പോയത്. അന്ന് ഗൈസ് നക്കി പിടിച്ച് ഇഷ്ടമുള്ളതൊന്നും വാങ്ങിച്ച് തിന്നാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ സൺബേൺ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനാണ് അന്ന് ഗോവയ്ക്ക് പോയത്. അന്ന് ഗോവ ഭയങ്കര ശോകം വെച്ചാ ഇപ്പൊ ആളില്ല, ബഹളം ഇല്ല, ന്യൂ ഇയർ അവിടെ അടുക്കാൻ പറ്റൂല. ന്യൂ ഇയറിനാണ് ഞങ്ങൾ വന്നത്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. ക്രിസ്മസ് ന്യൂ ഇയർ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. അതെ അതെ അതെ. എന്തെങ്കിലും ക്ലിപ്പുകൾ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തപ്പാൻ പോവാം. എന്തെങ്കിലും താമ കഴിക്കേ. ഇത് കണ്ടിട്ട് വായിന്ന് വെള്ളം വന്നിട്ട്. അമ്പട്ടക്കാര. ഇത് അഗസ്തിപ്പൂ തോരനല്ലേ അമ്മ? സുഹൃത്തുക്കളെ, സ്റ്റാർ ഓഫ് ദ ഷോ അഗസ്തിപ്പൂ തോരൻ, കപ്പ, മീൻ. അതില്ലാതെ നമുക്ക് ഇവിടെ ഒരു പരിപാടിയില്ല. ഇത് വാഴത്തോര തോരനമ്മ. വാഴയ്ക്ക തോരൻ. ഇത് പയറ് തോരൻ, അച്ചാറ്, ചോറ്, മീൻകറി, കുറച്ച് മീൻകറിയൊക്കെ മിക്സ് ചെയ്ത് ഇത് വെച്ച് കാറ്റ് വീശാലമ്മ. അപ്പൊ ബോൺ ആപ്പറ്റീറ്റ് ഗൈസ്. കഴിച്ചിട്ട് വരാം. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന എന്നെ പട്ടിയുടെ മൂത്രം കഴിയിപ്പിച്ചിട്ട് ഒരു തെണ്ടി അകത്ത് കയറി ഇരിക്കണമൊക്കെയാണ് ഗൈസ്. എടാ അയ്യോ 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 എടാ, നീ ഒരുത്തോളോണ്ട് മാത്രമാണ് എനിക്ക് ആ പൊരിച്ച മീനൊന്നും കിട്ടാതെ പോയത്. എടാ, വീട്ടിലെപ്പോഴും മൂത്ത മോനാണ് സാധനങ്ങൾ. അമ്മ 6 മാസം. ഓ, ഞാനാ മൂത്തത്. അമ്മ മാറിയാ ഞാൻ അവരെ അണ്ണാന്ന് വിളിക്കാം. നീ അണ്ണാന്ന് വിളിച്ചേ. നീ വിളിച്ചേ. അതല്ല, നീ വിളിച്ചേ. ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കാം. വിളിച്ചേ. പോടാ പട്ടി. നീ അണ്ണാന്ന് വിളിച്ചേ. അണ്ണാ നീ വിളിച്ചിട്ട് നീ ഉണ്ട്. മറ്റേ സിനിമ നോക്കി. ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കാം. വിളിച്ചേ. വിളിച്ചേ. തരത്തില്ല. അണ്ണാന്ന് വിളിച്ചിട്ട് നീ ഉണ്ട്. ലേഡി, ഞാൻ അവനെ അണ്ണാന്ന് വിളിക്കണ്ടല്ലോ. വേണ്ടാന്ന് കണ്ട. അമ്മ പറഞ്ഞു അണ്ണാന്ന് വിളിക്കാൻ. അമ്മ ചുമ്മാ പറഞ്ഞു. അമ്മക്ക് തമാശയുടെ അസുഖം ഈയിടെയായിട്ട്. ആവശ്യമൊന്നുമില്ല അമ്മ. അവളവിടെ പോയി. ഇന്നോട്ട് നീ എന്നെ അണ്ണ വിളിച്ചോട്ടാ. റൂമിലുണ്ടോ? എന്താ നീ എവിടെ ചെന്നാലും അണ്ണ വിളിക്കണം. ഞാൻ വിളിക്കാടാ. കണ്ണൻ അണ്ണ. എന്റെ അണ്ണൻ അച്ഛ ഇപ്പൊ വരട്ടെ. എന്നിട്ട് അവൻ അണ്ണാന്ന് വിളിപ്പിച്ചു തരാ. വീഡിയോ എഡിറ്റർ. അത് കൊള്ളാം. നീ കഴി ജോസ് കഴി. എന്താ പട്ടി വേണോ ഇച്ചിരി തരാം. അഗസ്തിപ്പൂ തോരം എടുത്ത് കേട്ടടാ. എനിക്കൊന്നും ട്രാവലോ വേണ്ട. ഉച്ചക്ക് മൂക്ക് മുട്ട അടിച്ചിട്ട് വന്ന് എന്റെ മീൻ പൊരിച്ച തിന്നാണ്. നീ ഒരെണ്ണം കുറച്ച് തിന്നായി. ജോസിന് ക്ഷീണമാവാം, അശോകന് ക്ഷീണമാവാം. സൂപ്പർ ടേസ്റ്റാണ്. തിന്നായിരിക്കണം. നീ വയ്ക്കോ. അവൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റ. അതെ അതെ, ഗോവയിൽ നിന്നൊക്കെ കിട്ടി ബോധിച്ചല്ലോ അല്ലേ? പോവായിരിക്കും അല്ലേ? പോവണം. യെസ്, പോയി. ഓ, ചെവിക്കല്ല അടിച്ച് പോയല്ലടാ. ഹലോ, കൈ ഉണ്ടാകും. ഉമ്മ വെച്ചെടുത്തോണ്ട് പോയല്ലേ? ടാറ്റാ. കാണാൻ കേട്ടോ. ബൈ ബൈ. ബ്രാൻഡ് നല്ലതായിട്ട്. എന്റെ ഗോവ ട്രിപ്പ് മൊത്തം നിന്റെ ഉടുപ്പായിരുന്നു. അടിപൊളി സാധനം. അത് കൊണ്ടുവരാം. കിടിലൻ ഷർട്ടായിരുന്നേ. അത് ഞാൻ കളി പറഞ്ഞില്ല. കിടിലൻ ഷർട്ട് അളിയൻ എനിക്ക് തന്നുവിട്ട എല്ലാം സൂപ്പർ സാധനമായിരുന്നു. റാബൈ എന്നാ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല, എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്റെ ചങ്കിന്റെയാണ്. ഇനി പോയി കുറച്ച് നേരം ചില്ലടിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ മറ്റേ ഗോവയിലെ ഫോട്ടോ ഒന്ന് തപ്പണം പഴയ. ഓ ഗൈസ്, കിട്ടി. പണ്ടത്തെ ഒരു ഫോൾഡറിനകത്ത് നിന്ന് നമ്മള് 2015 ഗോവയിൽ പോയപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും കൂടെ ഫോണിൽ നിന്ന് നമ്മൾ എടുത്ത വീഡിയോസും ഫോട്ടോസും എല്ലാം കൂടെ ഒരു ഫോൾഡറിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ആ ഫോൾഡർ തപ്പിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അന്നത്തെ എന്നെ നിങ്ങൾക്ക് കാണണോ? ആർ യു ഗൈസ് റെഡി? നോയ. ഞാൻ കാണിച്ചു തരാം. എന്റെ മോനെ ഗൈസ്, ഇങ്ങനെയാണ് എന്റെ അന്നത്തെ രൂപം. ഞാൻ സൺബേൺ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് അന്ന് നമ്മൾ ഗോവയിൽ പോകുന്നത്. അപ്പോൾ സൺബേണിന്റെ സ്റ്റേജ് ആണ് ബാക്കിൽ ഗൈസ്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേജ് ആയിരുന്നു. ഞങ്ങൾ അതിന് ടിക്കറ്റ് എടുത്ത്, ഒരു ദിവസത്തെ ടിക്കറ്റിന് 2000 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആ 2000 രൂപയും കൊടുത്ത് നമ്മൾ ടിക്കറ്റും എടുത്ത് ഡിമിട്രി വേഗസും ലൈക്ക് മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഡ്യുവൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന
ചെയ്യുന്ന 2 പേരാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്യൂൺ അറിയോ? അത് നീ കേട്ടിട്ടുണ്ടോ? തന്നെ അല്ല, ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ആ സാധനം മനസ്സിലായില്ലേ? അതൊക്കെ ഇവരുടെ സാധനങ്ങളാണ്. അപ്പോൾ അന്ന് ഇവർ ഭയങ്കര പോപ്പുലറായിട്ട് ഈ ബീറ്റൊക്കെ ഇറങ്ങി ഭയങ്കര ഹെവി പോപ്പുലറായിട്ട് നിന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് നമ്മളിത് കാണാനായിട്ട് ഗോവ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇത് കാണാനായിട്ട് ഗോവയിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കണത്, എൻ്റെ മോനെ ഗോവയിൽ പോയിട്ട് വന്നല്ലേ നിങ്ങൾ? കോളേജിൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതാ കണ്ടോ, അന്നത്തെ എൻ്റെ രൂപം ആണ് നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ IDEE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു പണ്ട് അച്ഛൻ വാങ്ങിച്ചു തന്നത്. നോക്ക് ഗൈസ്, അന്ന് എനിക്ക് ചെറുതായിട്ട് ഇവിടെ എത്തിപ്പൂര പൂട ഉണ്ടായിരുന്നു. ആ പൂടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളവിടെ സൺബേണിൻ്റെ ടിക്കറ്റ് കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ട് മറ്റേ ഇതുണ്ടല്ലോ ബാൻഡ്. അപ്പോൾ ഈ ബാൻഡൊക്കെ ആദ്യമായിട്ടാണ് കൈ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചതാണ്. എൻ്റെ PGക്ക് പഠിക്കണ 3 ഫ്രണ്ട്സും അവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള 2 കൂട്ടുകാരന്മാരുമായിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഗൈസ് അന്ന് അവിടെ പോയപ്പോഴത്തേക്കും ഒരേ അലമ്പും ബോളമായിരുന്നു. ഇതാണ്ട ട്രെയിനിൻ്റെ അകത്തിരുന്ന് ഫുഡ് കയറ്റുന്ന കാർത്തിക് സൂര്യയാണ് ഇപ്പം നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോ, എന്ത് കോലം വരുന്നല്ലേ ഗൈസ്, ഒന്ന് നിങ്ങൾ നോക്കിയാണ് ദാണ്ട നിൽക്കണേ ഞാൻ. ഇത് I am not bossy, I just know what you should be doing. ഇത് ഞങ്ങളുടെ സ്ട്രീറ്റ് ഡാൻസ് കോമ്പറ്റീഷന് 2nd ഇയറിൽ നമ്മളിട്ട ടീഷർട്ടാണ്. അത് വിട്ട് നിൽക്കുകയാണ് ഞാൻ. ഷോ നോക്കണേ ഗൈസ്, ഞാൻ എങ്ങനെ ഇരിക്കുകയാണെന്ന്. ഇത് ചെറുതായിരുന്നു അന്ന് ഞാൻ. ഈ ട്രിപ്പ് ഉണ്ടല്ലോ ഗൈസ്, ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകുന്ന ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങനെ പുതുക്കി അമുക്കിയൊക്കെയാണ് നമ്മൾ പൈസ ചിലവാക്കണത്. നമ്മുടെ കൂട്ടത്തിൽ 2 ഉള്ള പയ്യന്മാർ കടയായിരുന്നു. അപ്പോൾ അവന്മാർ നല്ല പിടിച്ചാണ് പൈസ ചിലവാക്കണത്. അവന്മാരുടെ ഈ സാധനത്തിൽ തൊട്ടിൽ എന്നിട്ട് കൊടൂര ബാർഗെയിനിങ് ഒക്കെയാണ്. ഡൽഹിക്കാരന്മാരെ ബാർഗെയിനിങ് വേറെ ലെവൽ ബാർഗെയിനിങ് ആണ് ഗൈസ്. അപ്പം ഇവന്മാരെ കൂടെയാണ് നമ്മൾ പോയത്. എന്നിട്ട് ആ സ്റ്റേജിൻ്റെ ഒരു ദാ കിടക്കണ് ഗൈസ്, നിങ്ങൾ കണ്ട ആ സ്റ്റേജിൻ്റെ ഒരു വലിപ്പം. ഞങ്ങൾ ഈ സ്റ്റേജിൽ ചെന്ന് കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്, എൻ്റെ കിളി പോയി ലിറ്ററലി. അമ്മാതിരി സ്റ്റേജ്. ഇതിൻ്റെ അവിടെയുള്ള വൈബ അതതിൻ്റെ അപ്പുറം. കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇത് കണ്ട, ഇതിപ്പോൾ എനിക്ക് വന്ന് ലിമിറ്റഡ് വേഗസ് ആണെന്ന് തോന്നുന്നു മേളിൽ കയറി നിൽക്കണം. അല്ലേ നോക്ക് ഗൈസ്, ഈ ക്രൗഡായിരുന്നു ഞങ്ങൾ പണ്ട് ഡൽഹിയിൽ നിന്ന് ഗോവയിൽ വന്നപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഒരു അംശം പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പം. ഒറ്റ പൊന്നി, ഞങ്ങൾ നേരത്തെ പോയി ഗൈസ്. എന്ന് പറഞ്ഞാൽ അവിടെ അവന്മാർ ഗേറ്റ് തുറക്കണ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു ടിക്കറ്റും ചോദിച്ചുകൊണ്ട്. കാരണം എന്താണെന്ന് അറിയാം, വേണ്ട ഇത് നോക്കിയാണ് ഈ സമയത്ത് നമ്മൾ പോയതാണ്. കാരണം എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ സീറ്റുള്ളൂ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണണമെന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. നോക്കിയാണ്, ഹായ് ഞാനും 2 കൂടെ നിൽക്കണം. സർദാർജിയുടെ പേര് ഹർഷാൻ സിംഗ് എന്നാണ്. അന്ന് അവിടെ റെയ്ബാൻ്റെ ചെറിയൊരു ബൂത്തൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത്രയും വലിയൊരു പരിപാടി അന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒന്നല്ല. അപ്പം നമ്മളൊക്കെ പോയിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ്. കാരണം ഈ സ്റ്റേജ് നിങ്ങൾ നോക്കിയാണ് ഗൈസ്, ഇത് എന്ത് സൈസ് ഇതിന്. ഇപ്പം ഞാൻ കാണാൻ സൈഡിൽ നോക്കിയാണ് കൊക്ക് പോലെ ഞാൻ പോണത്. ഇപ്പം ഇത് കാണുമ്പോഴും നമുക്ക് ഞെട്ടൽ, എനിക്കൊരു ഞെട്ടലാണ്. കാരണം എന്ത് രസമായിരുന്നു അതെന്നൊക്കെ ഓർക്കുമ്പോൾ. ഈ സ്റ്റേജിൻ്റെ നടുക്ക് അവരൊരു വലിയൊരു ഡെമോളിഷൻ മെഷീൻ പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യണ ഡിസൈനൊക്കെ ഇട്ട് സിംഹമൊക്കെ വെച്ച്. ഇപ്പോഴൊക്കെയാണെങ്കിൽ നമ്മൾ അവാർഡ് ഷോസിനൊക്കെ ഹോസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം വലിയ സ്റ്റേജുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അന്ന് അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടെയായിരുന്നു. അതൊരു അന്ധക്കാലം. നോക്കിക്കോണേ കണ്ട ആ സ്റ്റേജിൽ മറ്റേ LED വാളൊക്കെ തെളിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെടുത്ത വീഡിയോ ആണ്. ഷോ എന്തല്ലേ, ഇതൊക്കെ കാണുമ്പോൾ കട്ട നൊസ്റ്റാൾജിയ അടിക്കുകയാണ്. ഈ വൈബിൽ അവിടെ പോയി നിന്നിട്ട് നോക്ക് ഗൈസ്, എല്ലാവരോടും ഒന്നിച്ചൊക്കെ കൈ പൊക്കി വൈബാക്കണം. ഇപ്രാവശ്യം നമ്മൾ ഗോവയിൽ പോയപ്പം ഒരു തേങ്ങ ഇല്ലെന്ന് പറയണം. ഇതൊക്കെ കൊണ്ടാണ് ഗൈസ്. കാരണം നമ്മൾ പോയപ്പോൾ എന്തിന് ഇത് കഴിഞ്ഞിട്ട് മാരത്തോൺ ഓടാനായിട്ട് ഞാൻ ഡൽഹി പോയല്ലോ, അല്ല ഗോവയിൽ പോയല്ലോ. അന്ന് പോലും ഇപ്പോൾ ഉള്ള എൻ്റെ 10 ഇരട്ടി വൈബെങ്കിലും ഉണ്ടായിരുന്നു. എവിടെയാ അമ്മമാർ വരണ സീനുണ്ടോ നോക്കട്ടെ. വന്നു ഗൈസ്. ലൈക്ക് മൈക്കും ദിമിത്രി കൈ കഴിക്കുന്നുണ്ടാ. കേട്ടോ ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലാണ്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വന്നിട്ട് തോണ്ട ഉയ്യോ. അതൊക്കെ ഒരു കാലം ഗൈസ്. അപ്പൊ അന്ന് നമ്മൾ അവിടെ ഗോവയില് വൈബടിക്കാൻ പോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഗോവ ട്രിപ്പ്. അപ്പൊ അന്ന് ഗോവയിൽ പോയപ്പോഴത്തേക്ക് നമ്മള് മറ്റേ ഇത് കണ്ടാ ട്രെയിനിൽ നമ്മൾ പോണ ട്രിപ്പാണ്. എൻ്റെ വ്ളോഗിങ് ആണ് അന്നത്തെ. ഇത് കോണാവായനാണ് ഞാൻ. ഇത് നോക്ക് നമ്മൾ ബൈക്ക് റെന്റിന് എടുത്തിട്ട് പോണതിൻ്റെ ക്ലിപ്പാണ്. ഞാൻ തിരിച്ചു കാണിച്ചു തരാം.
വേണ്ട ഗൈസ് ഇപ്പം പഴയ കാർത്തിക് സൂര്യ ബൈക്കിന്റെ ബാക്കി എഴുന്നേറ്റിരിക്കുന്നു. ഹെൽമെറ്റ് ഒന്നും അത്ര നിർബന്ധം ഇല്ലായിരുന്നു അന്ന് ഗോവയിൽ. ഇപ്പോഴാണ് ഹെൽമെറ്റൊക്കെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് നിർബന്ധമാക്കിയത് കേട്ടാ. അതുകൊണ്ട് നമ്മള് ബൈക്കിൽ പോണതാണ്. അരിഹന്തിന് പ്രതീകിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? നമ്മുടെ ഹോളി വ്ളോഗ് ൊക്കെ അരിഹന്തും പ്രതീകുമായിരുന്നു എൻ്റെ കൂടെ ഉള്ള. മറ്റത് രണ്ടും അവരുടെ 2 ഫ്രണ്ട്സാണ്. അവന്മാരാണ് ഡൽഹിയിൽ മറ്റേ ഷോപ്പൊക്കെ നടത്തുന്നത്. സർദാർജി ആയിട്ടുള്ള ഹർഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ. ഇവർ ആരും ഇപ്പം ഇന്ത്യയിലില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഇനി അവരെ കാണുമായിരിക്കും. നമ്മൾ ആദ്യത്തെ ദിവസം ഗോവയിൽ ചെന്നിട്ട് ബീച്ചിൽ പോയി കുറച്ച് ഒന്ന് സെറ്റായതിനു ശേഷമുള്ള വൈബാണ്. ഇതോട്ടല്ല ഗൈസ് മറ്റേ ലെറ്റ്സ് ഡു ദാറ്റ് പാനിവാല ഡാൻസ്. എന്നിട്ട് സ്വിമ്മിങ് പൂള് മേ നഹാക്കി എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടോ അതിൻ്റെ അകത്ത്? ആഹാ ആഹാ കേട്ടാ സ്വിമ്മിങ് പൂളും വെച്ച് അടിഞ്ഞ. ഓ അന്നൊക്കെ മറ്റേ ഭയങ്കര ചെറുപ്പമാണ് ഗൈസ്. 21 വയസ്സ് എനിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുഞ്ഞ് കാർത്തിക് സൂര്യ, MBA പഠിച്ചുകൊണ്ടിരിക്കണ കാർത്തിക് സൂര്യ. അയ്യോ ഹർഷാനൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ. ചില്ല് മൂട് കേട്ടോ നമ്മള്. ഇത് കണ്ട ഇതിരുന്ന് എല്ലാം കൂടെ കണക്ക് പറയണതാണ്. 5,000 तो 1 आ गया मेरे पे. അവൻ്റെ 5,000 രൂപത്തിന് എന്തോ കണക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. പാതിരാത്രി ഇരുന്നിട്ട് ഇത് നുള്ളിപ്പറക്കി കൊണ്ടുപോകണേണ് വീട്ടിൽ നിന്ന്. ഇനിയും 2,000 രൂപ എങ്ങാണ്ട് നമ്മൾ ഇടണമെന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. കണക്ക് പറഞ്ഞ് തെണ്ടികൾ എന്നെ കൂടെ കുഴപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഉണ്ട് നോക്കട്ടെ കേസ് കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഞാൻ 2,000 രൂപ ചോദിച്ചേക്കണ കാര്യം പറയണതാണ്. അച്ഛൻ്റെ അടുത്തൊരു 3,000 രൂപ ഇട്ട് തരാൻ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞതാണ് ഈ പറഞ്ഞോണ്ടിരിക്കണ കേസ്. പൈസ തികഞ്ഞില്ല അവിടെ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ചിലവായിരുന്നു. അങ്ങനെ രാത്രി ഇരുന്ന് കണക്ക് കൂട്ടലും രാവിലെ ഫുള്ള് നമ്മൾ ബൈക്ക് കറക്കും. നോക്ക് കേസ് ഇപ്പൊ നോക്കിക്കോണേ എന്നെ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, എൻ്റെ ഹെയർ ലൈൻ ശ്രദ്ധിച്ചാൽ ഗൈസ്. എല്ലാവരും പറയും എൻ്റെ മുടി മേളിലോട്ട് കയറ്റിയാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ ഇതെൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ലൈനാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ 21ാമത്തെ വയസ്സ് അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ഫോട്ടോ എടുത്ത് നോക്കിയാലും എൻ്റെ മുടി തുടങ്ങുന്നതേ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതെൻ്റെ നാച്ചുറൽ ഹെയർ ലൈനാണ് കേട്ടോ. സോ അത് മാത്രമല്ല നിങ്ങൾ കണ്ട ഗൈസ് എൻ്റെ തലയുടെ ഉച്ചിയിൽ നോക്കണേ, അന്നേ എനിക്ക് മുടി കുറവാണ് കേട്ടാ. ഷൂ കണ്ട ഗൈസ് ഒപ്പടോ ഗൈസ്. 21ാമത്തെ വയസ്സിൽ മുടി പറ്റയടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളില്ലായിരുന്നു കേട്ടാ മുടിക്ക്. ഈടാ ഭീകരാ. അങ്ങനെ ഇതായിരുന്നു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ആ ക്രൗഡ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഈ ട്രിപ്പ് പോയപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഈ ട്രിപ്പ് പോയപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ഇഞ്ചിയായി. കാര്യം എന്താണെന്ന് അറിയാമോ? ഇവര് എല്ലായിടത്തും പോകും, ഫോട്ടോ എടുക്കും, ടക്കൻ അവിടെ നിന്ന് മുങ്ങും. അടുത്തടുത്ത് പോകും, ഫോട്ടോ എടുക്കും, ടക്കൻ അവിടെ നിന്ന് മുങ്ങും. ഇവർക്ക് ഒരു സ്ഥലം എൻജോയ് ചെയ്യേണ്ടായിരുന്നു. അവിടെ റിലാക്സേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓട്ടം. രാവിലെ ബൈക്ക് എടുക്കുന്നു, ഓടിക്കുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, ഓടിക്കുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ പൈസ മുടക്കി അത് മാക്സിമം മുതലാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ എനിക്ക് പണ്ടേ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് പറ്റൂലായിരുന്നു ഗൈസ്. അപ്പം അത് നമ്മളൊരു ബീച്ചിൽ പോയപ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, ഞാൻ വെള്ളത്തിൽ എടുത്ത് ചാടി. കണ്ട എല്ലാ എണ്ണവും ഡ്രസ്സ് വിട്ട് നിൽക്കുന്നു, ഞാൻ മാത്രം ചട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ കുറേ നേരം ഒരുപാട് മറ്റേ ലെവലുള്ള കടലായിരുന്നു. ഞാൻ കുറേ നേരം കടലിൽ കിടന്നിട്ടൊക്കെയാണ് ഞാൻ കയറി വന്നത്. എന്നിട്ട് ഇവന്മാർ ഞാൻ കടലിൽ കിടന്ന് ലേറ്റ് ആക്കി എന്നും പറഞ്ഞിട്ട് കുറച്ച് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചിയായിട്ടിരുന്നിട്ട് ഞാൻ ഇവന്മാരുടെ അടുത്ത് പറയാണ്, നീ ശരിക്കും നമ്മൾ ഈ ട്രിപ്പിൽ റിലാക്സ് ചെയ്യാനുണ്ടോ? നമ്മൾ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡൽഹി പോയിട്ട് എല്ലായിടത്തും പറയണം, ഇത് ഫോട്ടോ കാണിച്ചു കൊടുക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് കാണുന്നവരറിയുന്നില്ലല്ലോ നമ്മൾ ഇതൊക്കെ ഓട്ടം പാച്ചില്ലാണ് ഇതൊക്കെ കണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു രണ്ടുപേരും നിങ്ങളുടെ കോൺസെപ്റ്റ് വേറെയാണ് ബൈ, അതുകൊണ്ടാണ് എൻ്റെ കോൺസെപ്റ്റ് വേറെ, അത് വിടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് കിടക്കണ ഗൈസ്. അന്ന് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവന്മാരാരാ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് ഫോളോറിനകത്ത് ഞാൻ അത് കണ്ടത്. इस वजह से रहे क्योंकि वापस जाके जब लोग हमसे पूछेंगे कि भाई कहाँ घूमा, तो हमें बताना पड़ेगा भाई ये जगह घूमा, वो जगह घूमा. यहाँ पे रहने को मुझे पता नहीं है ना कितने जल्दीबाजी में किया है. അവർക്ക് അറിഞ്ഞൂടല്ലോ നമ്മൾ ഇത്ര തിരക്ക് പിടിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഓൾട്ടർ ഈഗോ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ അടുത്ത് പട്ടി ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് വേറൊരു ലുക്ക്, വേറൊരു ഇമേജ് ആണല്ലോ കാണിക്കുന്നത്. നമ്മൾ ഈ തിരക്ക് പിടിക്കുന്നത്, ഓടുന്നത്, ഇവിടെ കിടന്ന് തെണ്ടുന്നൊന്നും കാണിക്കാതെ അവിടെ ചെന്നിട്ട് അവരുടെ ഷോ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
आते भी तो हुआ इसीलिए ना कि हम आकर ड्राइव को अलग देखेंगे अभी तो रिलैक्स करना तो गोवा को आना चाहिए റിലാക്സ് ചെയ്യാനാണെങ്കിൽ പിന്നെ നീ ഗോവ എന്തിനു വന്നത്? വീട്ടിൽ കിടന്ന് റിലാക്സ് ചെയ്താൽ പോരായിരുന്നത്. പക്ഷെ എന്റെ കോൺസെപ്റ്റ് അതല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ട്രിപ്പൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല കേസ്. ഞാൻ ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു ട്രാവലറാണ്. എനിക്ക് തിരക്ക് പിടിച്ച് പോകണമെന്ന് ഇഷ്ടമല്ല. ഞാൻ സമാധാനമായിട്ട് നമ്മുടെ വിയറ്റ്നാം ട്രിപ്പ് എടുത്ത് നോക്കിയാണ്. നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ 4-5 ദിവസം സ്പെൻഡ് ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ട്രാവലാണ് ഇഷ്ടം. പണ്ടേ എനിക്ക് അങ്ങനെ ആയിരുന്നു ഗൈസ് ഇഷ്ടം. यार कभी भी घूमने जाना हो जहाँ तक मुझे लगता है रिलैक्स करना चाहिए यार साहिल तुम लोग शायद अलग कॉन्सेप्ट होगा लेकिन मैं जब भी जाता हूँ ना कहीं भी अगर एक जगह मुझे है ना भाई थोड़ा सा रिलैक्स हो के जाना पसंद करता हूँ ठीक है मानता हूँ रिलैक्स हो जाता है ഫ്രണ്ട്സിന്റെ കൂടെ നീ റിലാക്സ് ആയി പോവാറുണ്ടോന്ന് ഞാൻ പറഞ്ഞ റിലാക്സ് ആയി പോവാറുണ്ട്. ആ ഉറങ്ങണതല്ലല്ലോ റിലാക്സിങ്. ബീച്ചിൽ പോവുക, കുറച്ച് നേരം അവിടെ ഇതിലൊക്കെ കിടക്കുക, സീനറി കാണുക, കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുക, അതൊക്കെയാണ് ഗൈസ് പണ്ട് എൻ്റെ ഒരു മോഡ് ഓഫ് റിലാക്സേഷൻ. सिर्फ बकचोदी और यार ऐसी चुटियां पंदी तो हम करते ही रहते हैं. वो तो रोज करते हैं. वो रोज होने चाहिए भाई. वो तो चाहिए भाई. मैं बस क्या हूँ मेरा कॉन्सेप्ट अलग है. सबका कॉन्सेप्ट अपना अपना होता है. ये और होते रहते हैं. पता नहीं वो चीज़ लगा उसको अच्छी लगी हो. എൻ്റെ പഴയ ഫോണ് ഷോ എല്ലാ ട്രിപ്പിലും ചെറിയ ഇഞ്ചി തരുക ഇല്ലെങ്കിൽ പിന്നെ എന്ത് ട്രിപ്പ് ഗൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു കോൺസെപ്റ്റ് ആണ്. പൊതുവേ അങ്ങനെ ഉള്ള ടീമുകളുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് ഓട് വൺ ഔട്ട് ആയിപ്പോയി. കാരണം എനിക്ക് ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചൊക്കെ ഇൻവോൾവ് ആയി. ഇപ്പോൾ കടലാണെങ്കിൽ കുറച്ച് നേരം അവിടെയൊക്കെ കിടന്ന് ഒരു ബിയറൊക്കെ വേണമെങ്കിൽ ഒരെണ്ണമൊക്കെ അടിച്ച് ഒരു കുടയുടെ കീഴെ കുറേ നേരമൊക്കെ ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് അപ്പോഴല്ലേ നമ്മൾ ശരിക്കും ഒന്ന് റിലാക്സ് ആവുള്ളൂ. അപ്പോൾ എൻ്റെ റിലാക്സേഷനും അവരുടെ മറ്റേ ഇതുമായിട്ടൊന്ന് മിക്സപ്പ് ആയപ്പം വന്നൊരു സീനാണ്. വലിയ ആനക്കാര്യമൊന്നുമില്ല, ഇതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. പക്ഷേ പഴയ എന്നെ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി ഗൈസ്. അപ്പോൾ അതായിരുന്നു. പക്ഷെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നമ്മുടെ ഗോവയിലെ പഴയ തിരക്ക് കാണിച്ചു തരായിരുന്നു ഗൈസ്. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ഗോവ, ഒരു ഗോവയേ അല്ല. അതുകൊണ്ട് ആരെങ്കിലും ഗോവയിലോട്ട് പോകാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ വേണ്ട, വേറെ എന്തൊക്കെ സ്ഥലങ്ങൾ കിടക്കണം. ചില്ലടിക്കാനാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം ഗൈസ്. എന്തായാലും ഞാൻ സംസാരിച്ച് കുറച്ചധികം നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗൈസ്. നാളെ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. ഇനി ഒരു ദിവസം വീട്ടിലാണ് ഗൈസ്. നാളെ നമ്മൾ വീട്ടിൽ ചില്ലടിക്കാൻ പോകുന്നു. വേറെ എന്തെങ്കിലും അല്ലറ ചില്ലറ ഇവിടെയുള്ള പരിപാടികളൊക്കെ നമുക്ക് സെറ്റാക്കാം. നാളെ കാണാം ഗൈസ്. ബൈ ബൈ. ടാറ്റ കൊടുക്കുന്നു. ബൈ ബൈ.